എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് കാവുംപുറത്ത് 25 വീടുകളോട് ചേർന്ന ഒരു വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് നമുക്ക് കുറച്ച് വീട് നമുക്ക് സെയിൽ വന്നിട്ടുണ്ട്. ഈ വില്ലയ്ക്കകത്ത് ബഡ്ജറ്റ് ആയിട്ടുള്ള കുറച്ച് വീട് നമുക്കിപ്പോൾ സെയിൽ വന്നിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്ന വീട് നമുക്ക് 3,100 സെന്റ് വന്നിട്ട് 1,550 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 3 ബെഡ്റൂമിന്റെ വീടാണ്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 58 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വേൾഡ് ഹൗസിൽ ഉടൻ തന്നെ വരുന്നുണ്ട്. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ ബാഗിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് കാവുംപുറത്താണ് വീട് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തമ്പാനൂർ പോകാൻ 11 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് എയർപോർട്ട് പോകാൻ 14 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് നിൽക്കുന്ന 3.5 സെന്റിൽ 1,600 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ഇതിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 67 ലക്ഷം രൂപയാണ്. ഇതിന് നെഗോഷ്യബിൾ ആണ്. ഈ വീട്ടിൽ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഇവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്, നമ്മുടെ ഒരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഈ വില്ല നിൽക്കുന്നത് നമുക്ക് 25 വീടുകളോട് ചേർന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. ഈ വില്ലയ്ക്കെത്തുന്ന റോഡ് വന്നിട്ട് നമുക്ക് 5 മീറ്ററാണ് റോഡ് വരുന്നത്. 2 കാർ വരെ ഒരുമിച്ച് പോകാൻ പറ്റിയ റോഡാണ് നമുക്ക് ഈ വില്ലയ്ക്കകത്ത് വരുന്നത്. ഈ വില്ലയ്ക്കകത്ത് പാലായിരുന്നാലും പച്ചക്കറി ആയിരുന്നാലും വെജിറ്റബിൾസ് എല്ലാം തന്നെ നമുക്ക് ഈ വില്ലയ്ക്കകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ വില്ലയ്ക്കകത്ത് നമുക്ക് പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി 2 ആഴ്ചയിൽ ഒരിക്കൽ ഹരിതസേനയുടെ ആൾ വന്ന് നമുക്ക് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഫുഡ് വേസ്റ്റ് എടുക്കാൻ നമുക്ക് 2 ദിവസത്തെ ഒരിക്കൽ ആളും വരുന്നുണ്ട്. നമുക്ക് റോഡിന് നമുക്ക് ടാറിംഗ് ഉണ്ട്. നമുക്ക് ഈ വില്ലയുടെ ഫൈനൽ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ബഡ്ജറ്റ് ആയിട്ടുള്ള കുറച്ച് വീട് ഇപ്പോൾ നമുക്ക് സെയിലിൽ വന്നിട്ടുണ്ട്. ഈ വീട് ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം ലുക്കിലാണ് നമ്മുടെ വീടിൻ്റെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല കളർഫുൾ ആയിട്ടാണ് നമ്മുടെ വീടിൻ്റെ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഈ വീട് ചെയ്തിട്ടുള്ള വാസ്തു പ്രകാരമാണ് നമുക്ക് കിഴക്ക് ദർശനമാണ് വീട് വരുന്നത്. വീട്ടിൽ നമുക്ക് വലിയൊരു കാർ പോർച്ചാണ് വരുന്നത്. നമുക്കൊരു വലിയ ഇന്നോവ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. മുറ്റത്ത് നമുക്ക് ഇന്റർലോക്കാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ ആർട്ടിക്കൽ ഗ്രാഫ്സും ചെയ്തിട്ടുണ്ട്. നമുക്ക് കുടിവെള്ളത്തിനൂടെ കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീടിൻ്റെ 3 ചുറ്റും നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഈ ഫ്രണ്ടിൽ നമുക്ക് ചെറിയ രീതിയിൽ ഗാർഡൻ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് പ്രൊഫൈൽ ലൈറ്റും ചെയ്തിട്ടുണ്ട്, നമുക്ക് സ്പോട്ട് ലൈറ്റും ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലാണ് നമ്മുടെ കിണർ വന്നിട്ട്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് നല്ല നിരന്ന ഫ്ലോട്ടിലാണ്. ഈ വീട്ടിൽ നിന്ന് നമുക്ക് ബസ് റൂട്ട് വരെ പോകുമ്പോൾ നമുക്ക് 50 മീറ്റർ നടന്നാൽ മതി. നമുക്കിവിടെ നിന്ന് തമ്പാനൂർ 11 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഇവിടെയാണ് നമ്മളെ കിണർ വന്നിട്ട്. ബാക്ക് സൈഡിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഗ്യാസ് സിലിണ്ടറൊക്കെ വയ്ക്കാൻ നമുക്ക് ഹൗസ് സൈഡ് നമുക്ക് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. നനകല്ലും ബാക്കിലാണ് വരുന്നത്. ഈ വീട്ടിലെ വുഡ് വന്നിട്ട് നമുക്ക് ഫ്രണ്ട് ഫുള്ളും നമുക്ക് പ്ലാവാണ് വരുന്നത്. ഈ കാണുന്നത് നമ്മുടെ സിറ്റ് ഔട്ട്, അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റാണ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്, ഒരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ വന്നിട്ട്. നമുക്ക് ഡോർ നമുക്ക് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 2 ഡബിൾ ഡോറാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് എടുത്തിട്ടുള്ള ഒരു ഡോറാണ്. ഈ വീട്ടിൽ നമുക്ക് സോളാറിന്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്, CCTVയുടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാളും ഡൈനിങ് സെക്ഷനും. നമുക്ക് അത്യാവശ്യം വലിയൊരു ഹാളാണ് വരുന്നത്. നല്ല ഏരിയ വരുന്നുണ്ട്. നമുക്ക് TV യൂണിറ്റിൻ്റെ ഏരിയ വരുന്നുണ്ട്. നമുക്ക് ഡൈനിങ് സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട്. അകത്ത് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അകത്ത് നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റും വരുന്നുണ്ട്, സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് ഫാനുകളും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ വന്നിട്ട്. നമുക്ക് വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. നമുക്ക് എത്ര ഇഞ്ച് TV ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ആർട്ടിക്കൽ ഫ്ലവറൊക്കെയാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സെക്ഷൻ നമുക്ക് ഇതിനോട് ചേർന്നാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷന്റെ ഏരിയ വന്നിട്ട്. ഡൈനിങ് സെക്ഷന്റെ സെന്റർ ചെവിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ താഴത്തെ വിൻഡോയിലെല്ലാം നമുക്ക് കർട്ടൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഷ് ബേസ് കൗണ്ടർ വന്നിട്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാഷ് ബേസ് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. വാഷ് ബേസ് കൗണ്ടറിൽ നമ്മുടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമാണ് വരുന്നത്. സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് 2 ബെഡ്റൂം വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ ഒരു വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട്. വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോർ ടൈൽ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് വരുന്നത്. നമ്മുടെ വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടൈലാണ് വരുന്നത്. ഇത് നമ്മുടെ അപ്പോസി വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന V-ഗാർഡാണ്. നമ്മുടെ സ്വിച്ചൊക്കെ വന്നിട്ട് LISന്റെ സ്വിച്ചാണ് വരുന്നത്. നമ്മുടെ കിച്ചണിലെ ഫിറ്റിംഗ്സ് എല്ലാം നല്ല ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. പ്രീമിയം ലുക്കിലാണ് നമ്മുടെ കിച്ചണിലെ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്കൊരു വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് നനകല്ല് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാൻ അതിനൊരു പോർഷൻ ചെയ്തിട്ടുണ്ട്.
ബാക്ക് സൈഡിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോർഷൻ ചെയ്തിട്ടുണ്ട്. വീട്ടിന്റെ 3 ചുറ്റും നമുക്ക് ടെയിലാണ്, നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് 3 ചുറ്റും നമുക്ക് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 2 കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്, 3 വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ചെവിൽ നമുക്ക് വാൾ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 13x10 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്കൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. നമുക്ക് 2 പാളിര വലിയൊരു കബോർഡ് വർക്കാണ് വരുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ഒരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് മേക്കപ്പ് സെറ്റ് ഒക്കെ വയ്ക്കാൻ വേണ്ടി അതിന് വേണ്ടിയുള്ള ഒരു കബോർഡ് വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് മിറർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടെയിലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. നമ്മുടെ വാഷ്റൂമിലെ ഡോറൊക്കെ വന്നിട്ട് നല്ല പ്രീമിയം ഡോറാണ് നമ്മുടെ വാഷ്റൂമിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് ടെറസിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിൽ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന ജിയോ പൈപ്പിൽ ബ്ലാക്ക് മാറ്റാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ വുഡിന്റെ ഫ്രെയിമും വരുന്നുണ്ട്, ഒരു വുഡിന്റെ തൂണും വരുന്നുണ്ട്. ഇത് നമുക്ക് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയറിന്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ പോയിന്റ് വരുന്നത്. നമുക്കിവിടെ 3 പാളിയുടെ കബോർഡ് വർക്കാണ് വരുന്നത്. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. സ്റ്റെയറിന്റെ അടിയിൽ നമുക്കൊരു പോർഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്ലവറും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല ബ്യൂട്ടി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വാൾ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് പർഹോള വരുന്നുണ്ട്. പർഹോളയിൽ നമുക്ക് ഗ്ലാസ് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ വന്നിട്ട്. സ്റ്റെയറിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുന്നിടത്ത് നമുക്കൊരു ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുന്നിടത്ത് നമുക്ക് വലിയൊരു ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പർഹോളയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട്. അതിവിശാലമായിട്ടുള്ള ഒരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റും ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ടെയിൽ വന്നിട്ട് 5ക്ക് 2.5 ടെയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വലിയൊരു TV യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ വാൾ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വന്നിട്ട്. ഈ കാണുന്ന സൈഡ് ഡോർ നമുക്ക് ടെറസിലോട്ട് പോകുന്ന ഡോറാണ് വരുന്നത്. നമ്മൾ ഡ്രസ്സ് നനച്ചിട്ട് ഇതുവഴി നമുക്ക് ടെറസിൽ കൊണ്ട് വിരിക്കാനേ ഉള്ളൂ. ഇവിടെ നമുക്ക് വലിയ 2 ബെഡ്റൂം വരുന്നുണ്ട്, നമുക്ക് ചെറിയൊരു ബെഡ്റൂം വരുന്നുണ്ട്. അത് നമുക്ക് സ്റ്റഡിങ് റൂമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് 2ാമത്തെ വലിയ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 2ാമത്തെ വലിയ ബെഡ്റൂം വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. കബോർഡ് വർക്ക് നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. കബോർഡ് വർക്കിൽ ഇതിനോട് ചേർന്ന് നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇതും നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് സെറയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ നമുക്ക് 3 ബെഡ്റൂം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂം എന്ന് പറയാം. ഇത് നമുക്ക് ചെറിയൊരു ബെഡ്റൂമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബെഡ്റൂം കൂട്ടാത്തത്. ഈ ബെഡ്റൂം വന്നിട്ട് നമുക്ക് കിഡ്സിനൊക്കെ പഠിക്കാൻ പറ്റിയ ഒരു ബെഡ്റൂമാണ്. ചെറിയൊരു ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് കമ്പ്യൂട്ടർ സ്റ്റാൻഡ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റാൻഡ് വന്നിട്ട്. ഇവിടെ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 2 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സീലിംഗിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഈ കാണുന്ന സെന്റർ ചെവിലിൽ നമുക്ക് വാൾ സ്റ്റിക്കറും ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും തന്നെ AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വാഷ്റൂമിലും ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അകത്തെ കളറൊക്കെ വന്നിട്ട് നമുക്ക് നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ് ഇവിടെയും വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. അകത്തെ ഡോറിൽ നമുക്ക് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ബാൽക്കണി. ബാൽക്കണിയിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റീലിലാണ് നമ്മുടെ ഹാൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ ബ്ലാക്ക് ഗ്ലാസ് ആണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ വില്ലയ്ക്കകത്തുള്ള നമുക്ക് 2 വീട് നമുക്ക് സെയിലായിട്ടുണ്ട്. അതിൽ നമുക്ക് ആൾതാമസം വരുന്നുണ്ട്. ഈ കാണുന്ന വില്ലയുടെ വർക്കെല്ലാം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഉടനെ തന്നെ നമുക്ക് വില്ലയ്ക്കകത്ത് നമുക്ക് ടാറിങ് ചെയ്യുന്നതാണ്. ഉടനെ തന്നെ ഈ വില്ലയ്ക്കകത്ത് നല്ല രീതിയിൽ തന്നെ ആൾതാമസവും വരുന്നതാണ്. ഇതൊക്കെയാണ് ഈ വീടിന്റെ ഡീറ്റെയിൽസ് വന്നിട്ട്. ഈ വീട് നിൽക്കുന്ന 3.5 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. നമുക്കിവിടെ 4 ബെഡ്റൂം, ഒരു ചെറിയ ബെഡ്റൂമും 3 വലിയ ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്കിവിടെ മുറ്റത്ത് വലിയൊരു കാർ പാർക്ക് മറ്റേ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് കാവുംപുറത്താണ്. നമുക്ക് ഇവിടെ നിന്ന് തമ്പാനൂർ പോകാൻ 11 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി നമുക്ക് 14 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഈ വില്ലയ്ക്കകത്ത് നമുക്ക് പച്ചക്കറി, പാല്, ഫിഷ് ഇതെല്ലാം തന്നെ നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. പത്രം വരെ കൊണ്ടുവരുന്നുണ്ട്. ഈ വില്ലയിൽ നിന്നും നമ്മുടെ മെയിൻ റോഡ് വരെ നമുക്ക് 50 മീറ്ററേ വരുന്നുള്ളൂ. ബസ് റൂട്ടാണ്. അതുപോലെ തന്നെ മാജി ഫ്രീ മാർക്കറ്റ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്.
ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 67 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. ഈ വീടിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്തെന്തായാലും നമുക്ക് പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.